പി സന്തോഷ് കുമാർ MP കൂടി ചേരുന്നു ടെലിഫോണിൽ. സന്തോഷ് കുമാർ, ഈ ബ്രസീലിയൻ മോഡൽ ചിത്രം ഉപയോഗിച്ച് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ രണ്ടുപേർ ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടാവുമോ? വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്ന വാർത്തകള് നമ്മളെ ഓരോ ഘട്ടത്തിലും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഹരിയാനയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളില് ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ ഉത്തരവൊന്നും പറയാനില്ല. പകരം BJP ആണ് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി വിശദീകരിക്കുന്നത്. BJP ആണ് ഇലക്ഷൻ കമ്മീഷന്റെ വക്താക്കളായി ഈ രാജ്യത്ത് മുഴുവൻ അതിനെ ന്യായീകരിക്കുന്നത്. അതിന്റെ കമ്മീഷണർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒന്നും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരവില്ല. അവർ പറയുന്നത് നിങ്ങൾ കോടതിയിൽ പോകുന്നില്ലല്ലോ, നിങ്ങൾ സമയത്തിന് കൊടുത്തില്ലല്ലോ എന്നൊക്കെയാണ്. സമയത്തിന് കൊടുത്തോ ഇല്ലപ്പോഴൊക്കെ ഇരിക്കട്ടെ, ഇത്രയധികം വലിയ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് തൃപ്തികരമായ എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? ഈ ആളുകൾ വോട്ട് ചെയ്തോന്ന് ചോദിച്ചാൽ ഇതിന്റെ വീഡിയോ ഫുട്ടേജ് കാണിക്കട്ടെ. ഇത്രയധികം ആളുകള് വ്യാജമായി വോട്ട് രേഖപ്പെടുത്തിയില്ല എന്നാണ് കേസെങ്കിൽ അവര് ഫുട്ടേജ് കാണിക്കട്ടെ. അതിന് തയ്യാറാവുന്നില്ലല്ലോ. അപ്പൊ ഓരോ തവണയും ആരോപണങ്ങൾ ഗുരുതരമായി വരുമ്പോ കൃത്യമായ ഉത്തരം പറയുന്നില്ല. 45 ലക്ഷം ആളുകളെ, ഞാനിപ്പോ ബീഹാറിലാണ്, ഇവിടെ വെട്ടിമാറ്റി. മഹാരാഷ്ട്രയിൽ 45 ലക്ഷം ആളുകൾ അതേസമയം കൂട്ടിച്ചേർത്തു. കണക്കിന് ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ഇതാണ് നടക്കുന്നത്. നേരത്തെ ബൂത്ത് പിടുത്തം, പണാധിപത്യം തുടങ്ങിയ പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പണാധിപത്യം ഇപ്പോഴും ഉണ്ട്, എന്നാൽ ഇതൊരു പുതിയ പ്രശ്നമാണ് ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിക്കുന്നത്. അതിനെ BJPയുടെ ന്യായീകരണങ്ങൾ കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല. വലിയ സംസ്ഥാനങ്ങളിലേക്ക് വരാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന, അതിനകത്ത് നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ചില വിവരങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒക്കെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു, അത് നമ്മൾ കണ്ടതാണ്. BJPയുടെ താളത്തിനകത്ത് തുള്ളുന്നതാണ്. ഹരിയാനയിലെ മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ അതിന് വ്യവസ്ഥയുണ്ട് എന്ന് പറയുന്നത് കാണിച്ചല്ലോ, ആ ഒരു കള്ളച്ചിരിയോടുകൂടി. എന്താണ് ഈ വ്യവസ്ഥ എന്ന് നമ്മൾ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും, ജനാധിപത്യത്തിന്റെ ഭാവിയിൽ താല്പര്യമുള്ള എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമാണിത്. ശരി, നന്ദി ശ്രീ സന്തോഷ് കുമാർ.